അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഷാന കെട്ടിയതിന് ശേഷം തൊട്ടേ കുറേ രായ്മയെന്ന് പറയുന്ന സ്ത്രീ കുറേ വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട്. 11 വയസ്സായി മകൾക്ക്, 8 വയസ്സായി മോനിക്ക്, പൊടിക്ക് 6 വയസ്സായി. ഇന്ന് വരെയും ഞാൻ ആരെയും കണ്ടിട്ടില്ല. മോക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സ്കൂളിനറിയാം. മോളിൽ അങ്ങനെ ഒരു പെരുമാറ്റം കണ്ടിട്ടില്ല. കാരണം 2 വയസ്സ് 2ാം ക്ലാസ് മുതൽ മോള് ഒരേ സ്കൂളിൽ പഠിക്കുന്നു, ഒരേ ടീച്ചർമാരെ മുഖം കാണുന്നു. ചിലപ്പോൾ വർഷാവർഷം മാറും. അവളെപ്പോഴും ഫ്രണ്ട്ലിയാണ്, ഹാപ്പിയാണ്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നല്ലടുത്ത് സംസാരിക്കുന്ന ആളാണ്. അന്ന് 2000 വിവാഹ ബന്ധം 2012 വിവാഹം ചെയ്തപ്പോഴും നിനക്ക് 2 ലക്ഷം രൂപ അച്ചാരം തന്ന്. നീ അന്ന് പറഞ്ഞ് 27 വയസ്സെന്ന്. എന്തോ ആവട്ടെ, നിനക്കന്ന് എന്നെ കെട്ടുമ്പോൾ 33 വയസ്സുണ്ട്. ഇന്ന് നിനക്ക് എൻ്റെ ഉമ്മാരെ പ്രായമുണ്ട്. മോക്ക് ഹാർട്ടിന് ഹോളുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുപോയി. അത് ഞാനും എൻ്റെ ഉമ്മയും കൊണ്ടുപോയി. കണ്ണിന് കൺകുരു ഉണ്ടായിരുന്നു, അഡിനോയിഡ്. ഇതെല്ലാം കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിനക്ക് ചെലവിന് തരാൻ ബാധ്യസ്ഥയുണ്ട് തന്ത. നിൻ്റെ അടുത്ത് ചെലവിന് തരാൻ അന്ന് പറഞ്ഞപ്പോൾ നീ ആ എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടില്ല. പിന്നെ എഗ്രിമെൻറ്റിൽ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ലീഗലി പിൽക്കാലത്ത് ഇടപെട്ടാൽ എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പം നിൻ്റെ നിനക്ക് ഞാൻ മാത്രമേ മുറിഞ്ഞുള്ളൂ. നിന്റെ മോക്ക് നിനക്ക് ചെലവിന് കൊടുക്കാൻ പോലീസും പറഞ്ഞ്. അന്ന് നീ സെക്സ് വീഡിയോ അയച്ചു തന്നപ്പോൾ നമ്മൾ ചടയമംഗലം സ്റ്റേഷനിൽ വന്ന് ഓർക്കുന്നുണ്ടാ? നിന്റെ മീൻ മാർക്കറ്റിൻ്റെ അവിടെ വന്നത് ഓർക്കുന്നുണ്ടാ? അപ്പോഴും എന്താണ് സെക്സ് വീഡിയോ നീ അയച്ചതിന് നിനക്ക് എന്തിനാണ് മേഡം പറഞ്ഞത്? എൻ്റെ മോള് സാറേ, നിന്റെ മോളായാലും ഏതായാലും നിനക്ക് പറയാൻ യോഗ്യതയില്ല. കാരണം നീ കുട്ടിക്ക് ചെലവിന് കൊടുക്കുന്ന ഒരാളല്ല. നീ ഇപ്പം എവിടെന്നെങ്കിലും പൊട്ടിമുളച്ച് വാപ്പാന്നും പറഞ്ഞ് വന്ന് നിന്നാൽ അവൾക്ക് അംഗീകരിക്കാനും അവൾ ബാധ്യസ്ഥ അല്ല. കാരണം അവൾക്ക് ചിന്തിച്ച് പെരുമാറാനുള്ള പ്രാപ്തി എത്തിയിട്ടില്ല. അവൾ എന്ത് പറഞ്ഞാലും അത് തന്നെ അവൾക്ക് വേദവാക്യം. മോളെ അങ്ങനെ ചെയ്യല്ലേ? ഇല്ല. ഒരു പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവൾ ആലോചിച്ച് മറുപടി എടുത്ത് പറയുന്നത് കുറച്ച് സാവകാശത്തിലാണ്. കാര്യം എന്തുകൊണ്ടാണ്? അവള് അങ്ങനത്തെ ഒരു കുട്ടിയാണ്. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ വർഷം തൊട്ട് കുറച്ച് മാറ്റമുണ്ട്. ടീച്ചേഴ്സിൻ്റെ കൂടെ നല്ലോണം മിണ്ടും, ടീച്ചേഴ്സ് ഗിഫ്റ്റുകൾ കൊടുക്കും. അപ്പം സന്തോഷമാണ്. വന്ന ഉടനെ ചിരിച്ചുകൊണ്ട് വരും. സ്റ്റാർ കിട്ടിയാലും ടിപിക്ക് ഫുള്ള് കിട്ടിയാലും അരമാർക്കം കാണാൻ കുറയണമെങ്കിലേ ഉള്ളൂ. അതൊക്കെ എൻ്റെ കഥ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കഥ യൂട്യൂബ് ചാനലിൽ ഒരു രായ്മയെന്ന് പറയുന്ന സ്ത്രീ കാരണം പബ്ലിക്കിൽ വന്നതാണ്. എന്നൊരു കൊള്ളരുതാത്തോളാക്കി, എൻ്റെ ആരാണ് കൊള്ളരുതാത്തോളാക്കി പബ്ലിക്കിൽ വോയിസ് കിടപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നിപ്പം ഞാനൊരു വീഡിയോ ചെയ്തപ്പം പലർക്കും പൊള്ളി. അന്ന് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ സ്റ്റേഷൻ മുഖാന്തരം വരെ പറഞ്ഞ് നമ്മളെ വീട്ടുകാരെടുത്ത്. എന്നിട്ട് അവർക്കതിന് താല്പര്യമില്ല. പെറ്റ വയറിനറിയാം. നിങ്ങളാ വീട്ടിൽ 2 ആൺകുട്ടികൾ വളരുന്നുണ്ടെങ്കിൽ അവന്മാർ സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. ബാക്കി കാര്യമുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതി നോക്കണം. ഇന്നലെ പഞ്ചായത്തിൽ ചെന്ന് എന്തൊരു കംപ്ലൈൻറ്റ് കൊടുത്തതെന്നറിയാമോ? ഞാൻ മോളെ പൂട്ടിയിട്ടേക്കണമെന്ന്. ആ മാഡം വന്ന് കഥവ് തുറന്നാണ് കയറിയത്. എനിക്ക് പൂട്ടിയിടേണ്ട കാര്യമില്ല. ഞാനും ഇക്കായും കൂടെ സംസാരിച്ച്, മോളെ നമുക്ക് നിനക്ക് TV മൊബൈൽ നീ യൂസ് ചെയ്യരുത്. TV നിനക്ക് വാപ്പച്ചി എത്ര ആയാലും അടുത്ത മാസം മേടിച്ച് തരും എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ മോളെ ആവശ്യത്തിന് 20,000 രൂപ കൊണ്ടുവച്ച് പണയം വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ വന്നത്. മോക്കൊക്കെ ഈ യൗമാർ ചെലവിന് തന്നിരുന്നെങ്കിൽ ഇന്ന് ആരും മുമ്പ് കൈ നീട്ടേണ്ടതെന്ന് ഒരാവശ്യവും വരൂലായിരുന്നു. ഈ പ്രമാണം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ച് എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ മറന്നുപോയി. ഈ വന്നവന്മാരെല്ലാം കൊണ്ടുപോയി എടുത്ത് ബാക്കി കാര്യം. നഷ്ടപരിഹാരം തന്നാടാ റഹീമേ. എടാ പട്ടി, നീ നിൻ്റെ ഒരു പെണ്ണിനെ നീ വിളിച്ചോണ്ട് വന്ന് നീ ഒരു മിണ്ടാപ്രാണിയെ അടിച്ച്, എന്നിട്ടല്ലേടാ നീ വാടകയ്ക്ക് പോയി കിടക്കണത്? നാറി, നിനക്ക് എന്തൊരു കാര്യമുണ്ട്? നിനക്ക് ക്രിമിനലായിട്ടും ലീഗലായിട്ടും എല്ലാം നിയമപരമായിട്ട് എനിക്ക് പോവാം. നീ ബീൻ ഫാമിലിയെ അവളെ വിളിച്ചിട്ട് പബ്ലിക്കിൽ എന്താ പറഞ്ഞത്? നിനക്ക് 10 വയസ്സ് വരെ നീ വളർത്തിയെങ്കിൽ നിനക്ക് യോഗ്യത ഉണ്ടടാ. നാറിയേ, നീ ആ കബറിൽ കിടക്കണ കുട്ടിയെ പോയി ഒന്ന് കണ്ടിട്ടുണ്ടാടാ? ഒരു സലാം പറഞ്ഞിട്ടുണ്ടാടാ? നീ പറഞ്ഞ എന്തിനാണ്? എനിക്ക് നാണക്കേട്, നിന്റെ ജമാഅത്തിൽ തന്നെ അടക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ആ കൊച്ചിൻ്റെ കരച്ചിൽ ഒരു ദിവസം മൂളി. ഇപ്പം എൻ്റെ മോനാണാടി കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വന്ന് കാണിക്ക ഒരു നോക്ക്. ചിലപ്പം ദുനിയാവിൽ ആ കുട്ടി എനിക്ക് കണ്ടെന്ന് വരൂല. ഞാൻ കരഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോഴും പറഞ്ഞെന്തെന്നറിയാമോ? നിന്റെ ബാപ്പ ജമാല് സമ്പാദിച്ചു വെച്ചേക്കണമെന്ന്. എടാ നാറിയേ, നിന്റെ ഉമ്മായെയും നിന്റെ പെങ്ങളെയും നീ സംരക്ഷിക്കണുണ്ടാടാ? നിന്റെ മോക്ക് ഇപ്പം ഗവൺമെൻറ് സ്കൂളിലായപ്പം ചിലവില്ലെന്ന്
തള്ള വിചാരിക്കണം. എടാ ഇത്രയും വർഷവും ഞാൻ അതിനെ പഠിപ്പിച്ച് ഒരു അടിസ്ഥാനം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നീയും ബാക്കിയുള്ളവരും കൂടെ എൻ്റെ മോളെ തകർത്ത് കളഞ്ഞില്ലേടാ. CBSE പഠിക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ എനിക്ക് എടുക്കാൻ അറിയാം. ഇത്രയും കാലം സംരക്ഷിച്ച് പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഇനിയും പഠിപ്പിക്കാം. എന്നെ കൊണ്ട് കഴിവുണ്ട് എനിക്ക് പഠിപ്പിക്കാൻ. ഒരുത്തൻ്റെ ഒരു നഷ്ടപരിഹാരവും മേടിച്ചിട്ടില്ല. നീ ചെലവിന് തന്നതിന് തെളിവ് കാണിയിരടാ പട്ടി. നീ ഇന്ന് പറയുന്നുണ്ടല്ലോ ഒരു തള്ളേറെ വേദന, ബാക്കി കാര്യം അതിനൊത്ത് തുള്ളാൻ കുറെ എണ്ണോ. എൻ്റെ എടാ ഞാൻ മരണഘട്ടത്തിൽ നിന്ന് തിരിച്ചു വന്നതാണ്. അന്ന് നീ വീഡിയോ കാണുന്നുണ്ട് മോള. ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു നിക്കർ പോലും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. വല്ലവരെയും വീട്ടിൽ ചെന്ന് ചട്ടിയും കലവും കഴുകി. നീ എവിടെ പോരുന്നടാ? ചത്തുപോയാടാ നീ ചത്തുപോയാ. 400 രൂപ 2 ദിവസം കൂടി പണി ചെയ്യുമ്പോൾ 500 രൂപ വരും. അതിൽ മോള് പറയും ഉമ്മച്ചി ബെറോട്ടെ, അല്ലെങ്കിൽ മിഫ്സല് പറയും ഉമ്മച്ചി എനിക്ക് ലേസാ. അത് മേടിക്കാമോ വാടക ഊറ്റി ഉറുമ്പിയാണ്ടാ കൊടുത്തത്. നീ 1 മാസം അല്ലെങ്കിൽ 1 ഗ്ലാസ് പാല് മേടിച്ചു കൊടു നെജിലാന്നും പറഞ്ഞ് നീ തന്ന. നിൻ്റെ അടുത്ത് ഞാൻ ഗൂഗിൾ പേ നമ്പർ തന്ന് പല തവണ ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ടുക. നിൻ്റെ അടുത്ത് കാല് ഒടിച്ചു പറഞ്ഞു. അപ്പം നീ എന്തായിരുന്നു പറഞ്ഞത്? എൻ്റെ കൂടെ ഒരു വെപ്പാട്ടിയായിട്ട് നിന്നാ നിനക്ക് ഞാൻ തരാമെന്ന്. നീ 2ാമത്തെ ജീവിതം കയറി തൊലച്ച് സനോഫർ മരിച്ചു പോയിട്ടില്ല. നീ കോണ്ടാക്ട് ചെയ്ത് ഗൾഫിൽ. ഞാൻ അന്ന് മുത്തുവിനെ പ്രസവിച്ച് 10:35 അന്ന് എൻ്റെ ഭാര്യനെ എൻ്റെ കൊച്ചിനെയും കൊണ്ടുപോകും. അപ്പം അതിൽ അന്ന് ഇളവിയ ടെൻഷനാണ് അയാൾക്ക്. ഇനി നജില ഭാര്യയും കുട്ടീനെയും ഇത് ഞാൻ ഗൾഫിലാണ് കൊണ്ട് പൊക്കളയോ. അങ്ങനെയാണ് മോള എനിക്ക് നോക്കാൻ പറ്റൂലെന്ന് അവനൊരു അഭിപ്രായം പറയണത്. മോള പീഡിപ്പിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ചൊല്ല അന്ന് നീ ഏറ്റെടുത്തോണ്ട് പോകാത്തെന്താ? ഇന്ന് നിനക്കിപ്പം ഞാനങ്ങ് ഇട്ടുതരാം. നിനക്ക് ഇപ്പം ഇട്ടുതരാം. നിനക്ക് ഞാൻ എൻ്റെ ഉമ്മാരുടെ അടുത്തും പാപ്പാരുടെ അടുത്തും നിന്നോട്ടെ. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ വീട്ടുകാർക്ക് 95% പങ്കുണ്ട്. കാരണം എന്തെന്നറിയാമോ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആ രായമ്മ എന്ന് പറഞ്ഞ സ്ത്രീക്ക് കൊടുത്ത വോയിസ് എന്നെ നാറ്റിച്ച് കളഞ്ഞു. ഞാൻ ഷാൻ്റെ കൂടെ ജീവിച്ചാലും മക്കളെ കളഞ്ഞല്ല ജീവിക്കുന്നത്. മോള് പ്രായപൂർത്തിയാവുകയാണെങ്കിൽ അതനുസരിച്ച് ബോർഡിങ്ങിലാക്കാം. ഞാൻ പറഞ്ഞു മോളെ നിന്നെ ഹിഫുള് പഠിപ്പിക്കാൻ കൊണ്ടാക്കാം. അപ്പം ഉമ്മച്ചി എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് CBSE പഠിക്കാൻ ടഫ് സിലബസ് ഉമ്മച്ചി. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം. അങ്ങനെയാണ് ഞാൻ മറ്റേ NCERTയുടെ ടെസ്റ്റ് വലിയ പാടില്ലാത്തത്. അവളെ അഭിപ്രായത്തിൽ പോയാണ് മടവൂർ സ്കൂളിൽ പോണത്. നമ്മൾ രണ്ടും കൂടെ സംസാരിച്ചില്ലേക്കാ? നമ്മൾ രണ്ട് സംസാരിച്ചു. അപ്പോഴാണ് നമ്മൾ പോയി അഡ്മിഷൻ. അപ്പം അന്ന് വെളുപ്പാൻ കാലത്ത് ഉമ്മ കൊണ്ടുപോക്കളഞ്ഞ് എന്നിട്ട് 100 തവണ വിളിച്ച് ഛർദിയും പനിയും മോക്ക്. എവിടെ ഛർദിയും പനി? സ്കൂളിൽ നിന്ന് പായസം കുടിച്ചു. അല്ലെങ്കിൽ മോള് പറയണം അമ്മ അഡ്മിഷൻ എടുത്തപ്പോൾ ഈ കൊച്ചു പേടിച്ച് പറഞ്ഞില്ല. എന്താ തള്ളേനെ പേടിച്ചാണ് പറയാത്തത് അഡ്മിഷൻ എടുത്തത്. രക്ഷകർത്താവ് എന്ന നിലയ്ക്ക് ഞാനുള്ളപ്പം മസ്റൂറ ഫാത്തിമാക്ക് നെജില എന്ന് പറയുന്ന ഒരു രക്ഷകർത്താവ് ഇരിക്കുമ്പം ബാക്കി ഞാൻ മേഡത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ ഉത്തരവില്ല. മേഡം ഇതേപോലെയാണ് നിങ്ങളെ മകളാണെങ്കിലും ബാക്കി കാര്യമാണെങ്കിലും ഉമ്മാരെ സംരക്ഷണം സ്കൂളിൽ ചേർക്കുമ്പം എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു സ്കൂളുണ്ട് SKVHS 5 to 10 അവിടെ ആക്കാത്തത്. എൻ്റെ കാക്ക ഫ്രണ്ടിലാണ് കിടക്കുന്നത്. നാവായിക്കുളത്ത് കൊണ്ടുവന്ന് എന്തിനാക്കിയത്? എനിക്കതാണ് വിഷമം. എനിക്ക് പോയി അവളെ കാണണം, പഠിത്ത കാര്യം നോക്കണം, പ്രോഗ്രസ് കാർഡ് കാണണം. കാരണം പണ്ടുള്ളവരെന്തിനാ പഠിപ്പിച്ച് എന്നെ ഒന്നും പഠിപ്പിച്ച കണക്കല്ല. ഇന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുറച്ച് രക്ഷകർത്താക്കൾക്ക് കുറച്ച് മൂളയൊക്കെ വേണം. ഇന്ന് പഠിക്കണമെങ്കിൽ ഇന്ന് പഠിച്ച് ഒരു പ്രാപ്തി എത്തിയാൽ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ 2 ആൺകുട്ടികൾ. എൻ്റെ 2ാമത്തെ കുഞ്ഞിന് ഇങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ CBSEന്ന് ഗവൺമെൻറ് സ്കൂളിലോട്ട് മാറ്റിയത്. അതും തെറാപ്പിയുടെ അടിസ്ഥാനത്തിൽ. ഇപ്പം എൻ്റെ മിച്ചു എനിക്ക് CBSEയിലാക്കാം. പക്ഷെ അപ്പോഴും മുത്തു ഒറ്റയ്ക്കായി പോകും. അവന് വിഷമം വരരുത്. അതിന് വേണ്ടിയിട്ടാണ് 2 മക്കൾക്ക് ഈക്വൽ സ്ഥാനം. എന്നിട്ട് പറയും മസൂറ പഠിക്കുന്ന സ്കൂളിലെ ഞാൻ പോണോളൂ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷം മോളെ മാറ്റാൻ നിന്നപ്പോൾ മോള് പറഞ്ഞു ഉമ്മച്ചി ഞാൻ 1 വർഷം കൂടെ CBSE പഠിക്കട്ടെ. അപ്പോഴേ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര മുറിയാത്ത ബന്ധമാണ് മക്കള്. നീ ചെലവിന് നീ തിന്ന് കുടിച്ച് നീ കള്ള് കുടിച്ച് എൻ്റെ 1% മതിയായിരുന്നല്ലടാ ചെലവിന് നിനക്ക് തരാൻ. നിൻ്റെ അളിയനും നിൻ്റെ പെങ്ങളും കൂടെ വന്ന് 2000 രൂപ പാലിയച്ച് കഴിഞ്ഞതിന് ശേഷം തന്നു. അപ്പോഴും എന്താണ് എന്നെ അവർക്ക് ഉയിരാണ്. നീ കുടിച്ചോണ്ട് തൊലാക്ക് ചെല്ലിയില്ലായിരുന്നെങ്കിൽ ഇന്നും നിൻ്റെ ഭാര്യയായിട്ട് നിൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞേനാ. നിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് നീ തൊലാക്ക് ചെല്ലുന്നത്. നീ എന്നെ വിളിക്കാറില്ല, എൻ്റെ ആവശ്യങ്ങൾ തിരക്കാറില്ല. നീ മാറ്റി കച്ചവടം ചെയ്ത് ജയിലിലായ സമയത്ത് ഇവിടെ നിന്ന് കട കത്തിയെന്നും പറഞ്ഞ് 1 ലക്ഷം രൂപ എൻ്റെ തള്ള നിർബന്ധിച്ച് ഞാൻ അയച്ചു കൊടുത്തു.
നവാബ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കയ്യിലാണ് ഗൾഫോട്ട് അയച്ചു കൊടുത്തത്. ഇവിടെ ഏതോ ഒരു അക്കൗണ്ടിൽ. അന്ന് സ്വർണത്തിന് 20-25 ഉള്ളു വില. ഇന്നും ആ വിറ്റ ബില്ലുണ്ടടാ. നീ രായമ്മേനെ വിളിച്ച് എന്തെല്ലാം പറഞ്ഞടാ. നിന്റെ മോളെ പെറ്റ ഒരു ഉമ്മ തന്നെയാടാ ഞാൻ. അപ്പൊ ഈ നീ നിന്റെ കൂടെ വെപ്പാട്ടിയായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മോളും നീയും കൂടെ അവിടെ പോയി തൊളുക്കുഴി ഓടിച്ച വീട്ടിൽ പോയി നിൽക്കാൻ നിനക്ക് പറയാൻ എന്തൊരു യോഗ്യതയുണ്ട്? ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല. നീ വീഡിയോ കോള് വിളിച്ച് നിന്റെ മോളെ ഒരു ദിവസം ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോഴും അവൾക്ക് താല്പര്യമില്ല. അവ ഇങ്ങോട്ട് വിളിച്ച് മോളെ കാണാൻ, അപ്പോഴും മോൾക്ക് താല്പര്യമില്ല. അവൾ ഇന്നും എന്നും പറയണത് തന്നെ, ഇടാ എത്ര ആയാലും എൻ്റെ മോള് എന്നെ പിരിയൂല. കാരണം മരണഘട്ടത്തിൽ നമ്മൾ തിരിച്ചു വന്നവരാണ്. ഒരു ഉടുക്കത്തുണിക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനും വകയില്ലാതെ വന്നപ്പോൾ നിന്നെ ഞാൻ വിളിച്ചത് ഓർക്കുന്നുണ്ടാ? നീ ഓർക്കുന്നുണ്ടാ? നീ റസീന മദിനി ചോദിച്ചു, അവൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കുറെ കൊടയും പടിയൊക്കെ കൊണ്ടുവന്നു. എൻ്റെ മോൾക്കൊന്നും കൊണ്ടു കൊടുത്തിട്ടില്ലല്ലോ അവൻ. എൻ്റെ അലമാര മാത്രമാണ് എടുത്തിട്ടുള്ളത്. ആ അലമാര പുന്നോട് വീടിനകത്തിരിക്കും, നൗഫലിൻ്റെ റൂമിനകത്ത്. അപ്പം പറയുമ്പം കുറച്ച് മര്യാദയും മാന്യതയോടും കൂടി പറയുക. നീ എൻ്റെ കൊച്ചിൻ്റെ നിഴല് കൊണ്ട് പോലും മുണ്ടൂരി കൈ പിടിക്കണവനാണ് നീ. എന്നാൽ നിന്നെയും ഷാനിനെയും വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഷാൻ 1 നീ 9. കാരണം എന്തെന്നറിയാമോ? നീ നേരം വെളുത്തോട്ട് ഇന്ദ്രപ്രസ്ഥ ബാറിലാണ് നിന്റെ കൂടെ. നിനക്കൊരു ഭാര്യനെ കൊണ്ട് നടക്കാറിയില്ല. നീ ഇപ്പോഴും ഒരുത്തിയെ വിളിച്ചോണ്ട് വന്ന് അവരെ 3 മക്കളാണ് നിന്നെ കൊണ്ട് തൊടിയിക്കണ. കാരണം തൊടിയിക്കൂല അവൻ. അങ്ങനെയാണ്. ആ ആൺകുച്ചിനെ പോലും നിന്നെ അവളെ കയ്യിൽ കൊടുത്തു വിട്ടാ അവള് നല്ലോളാണെങ്കിൽ. അപ്പം നിനക്ക് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നിനക്ക് ഞാൻ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, തരാം. ഇത് കഴിഞ്ഞോട്ട് പിന്നെ കൊച്ച് അന്നും ഒന്നും പറയണ എന്തിനാണ്? ഉമ്മയും ഉപ്പേൻ്റെ കൂടെ നിന്നോട്ടെ. വിദ്യാഭ്യാസ കാര്യവും ചെലവും ഞാൻ അറിയണം. പിന്നെ റഹീമുമായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിവിടെ വെച്ച് നിർത്തിക്കോളണം. ഞാൻ ഇപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത്, ഇവിടെ വെച്ച് നിർത്തിക്കോളണം. പിന്നെ രായമേ, എൻ്റെ വീട്ടുകാർക്കോ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ, എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ നീയാണ് പബ്ലിക്കിൽ കൊണ്ടുവന്നത് താറുമാറാകെ. നിന്നെ ഞാൻ വെറുതെ വിടൂല. നീയാണ് ഇതിന് ഉത്തരവാദി. നീ ഒരൊറ്റ ഒരുത്തി. നിന്റെ അമ്മ വന്ന് കിണഞ്ഞ് പറഞ്ഞല്ലോ, അതേപോലെ എൻ്റെ ഉമ്മ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴും നീ ചെയ്തില്ല. നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി, വേറെ ആരുമല്ല. ഇക്കാര് കേൾക്കണുണ്ടാ? എനിക്കോ മക്കൾക്കോ എൻ്റെ വീട്ടുകാർക്കോ ഇക്കാരെ വീട്ടുകാർക്കോ എന്തെങ്കിലും വന്നാൽ ഉത്തരവാദി ഇവള് തന്നെയാണ്. ഞാൻ ഇല്ലാതായാൽ എൻ്റെ മക്കൾക്ക് ആരുമില്ല, എൻ്റെ മസ്റൂഹ പോലും ആരും ഇല്ലാണ്ടാവും. അവളെ എത്തിങ്ങാനെ കൊണ്ടുവന്ന് ആക്കും. എനിക്ക് ആക്കാരെന്ന് അന്നേ കളഞ്ഞില്ല, ചേർത്ത് കരടുത്ത് വെച്ചാണ് ഉറങ്ങിയിട്ടുണ്ടാന്ന്. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാന്ന്. എൻ്റെ മോക്ക് മൊബൈലും എടുക്കരുത്. മോളെ വിദ്യാഭ്യാസം ചെയ്തോളണം, മോളെ പഠിപ്പിക്കാൻ എൻ്റെ അടുത്ത് വിട്ടോളണം. മോളെ എനിക്ക് കാണേണ്ടിയുള്ള സമയത്ത് കാണണം. കാരണം ഒരു നിമിഷം പോലും എത്ര വയ്യാതെ കിടന്നാലും കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് മസ്റൂഹായെ കാണണം. എപ്പോഴും ഇക്കാക്കറിയാം. പോയി വിളിച്ചോണ്ട് പോവാ മുഷ്താക്കിയെന്ന് പറയൂലേ, എനിക്ക് കാണണം. ഇവർ ഇതിൻ്റെ ഇടയിൽ കുറെ കളികൾ കളിച്ച് അതൊക്കെ നാളെ റബ്ബ് ഒരുവനുണ്ട്, അള്ളാഹു അല്ലേ കാണുന്നുണ്ട് എൻ്റെ മനസ്സ്. ഇന്ന് ഈ കുട്ടിയെ അബോർഷൻ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ അതേപോലെ ഉള്ളൊരു കുട്ടികളാണ് ആ ബാക്കി എണ്ണം. എനിക്ക് 5 മക്കളുണ്ട്, ഖബർ 1, ബാക്കിയല്ല. എനിക്ക് എല്ലാവരെയും വേണം. ഇത്രയൊക്കെയുള്ള വിശേഷം. അസ്സലാമു അലൈക്കും.